അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളുടെ ആശയങ്ങളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് അനുഗ്രഹം ലഭിച്ചാൽ അതിൽ അസൂയ തോന്നുകയും പല ആഭിചാര ക്രിയകൾ നടത്തുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് പൈശാചിക സഹായത്തോടെ അതിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ആളുകളുടെ ഷർറുകളിൽ നിന്ന് കാവൽ ചോദിക്കാൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ മഹത്തായ സൂറത്തിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. നബിയെ, തങ്ങൾ പറയുക, പ്രഭാതത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. മിൻ ശർരി മാ ഖലഖ്. അവൻ്റെ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്നും. അവൻ ഈ ലോകത്ത് എന്തൊക്കെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവനത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന്, കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുക നബിയെ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി ഇരുളടയുമ്പോൾ ആ പാതിരാവിൻ്റെ ഷർറിൽ നിന്നും കാവൽ ചോദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുകയാണ്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളുടെ ഷർറിൽ നിന്നും. ചില ആളുകൾ ആഭിചാര മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നൂലുകളുടെ കെട്ടുകളിൽ ഊതിക്കൊണ്ട് സിഹർ ചെയ്യുന്ന ആളുകളുണ്ട്, അവരുടെ ഷർറിൽ നിന്നും. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുക്കളായ ആളുകൾ അസൂയ വെക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഷർറിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടുക നബിയെ. അഥവാ പ്രഭാതത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയുക നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൈശാചിക ഷർറുണ്ടായാൽ, അല്ലെങ്കിൽ വല്ല ആളുകളും സിഹർ ചെയ്യുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടാൽ, നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റുന്ന, ഇതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ പറ്റുന്ന നല്ല സൂറത്താണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഇതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് മുഅവ്വിദതൈനി എന്നാണ്. അള്ളാഹു ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പൈശാചിക ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും.